മധുരയിലേക്ക് ഞങ്ങൾ സാരി വാങ്ങിക്കാൻ പോയ കഥ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. എന്തൊക്കെ ചെയ്തു, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. സേലത്ത് നിന്ന് ഞങ്ങൾ നേരെ മധുരയിലേക്കാണ് കേട്ടോ എത്തിയിട്ടുണ്ടായത്. ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് ജിഗർദണ്ഡ എന്നുള്ളത്. സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് കേട്ടോ നമ്മൾ നാട്ടിലൊന്നും കേൾക്കാറില്ലല്ലോ. പാല്, ബദാം പിസ്സയും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ചേർത്ത് ഒരു പ്രത്യേകതരം സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സ്മൂത്തി പോലെ നമ്മൾ കുടിക്കുന്ന ഒരു ഷേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ ഞങ്ങൾ കുറച്ച് വളകളും മാലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മധുര മീനാക്ഷി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് കൂടെ അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഈ തമിഴ്നാട്ടിലെ സാരികളുടെ കാര്യത്തിൽ സേലം വളരെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ സാരി, സിൽക്ക് സാരി, ദിനം പ്രതി നമ്മൾ ഉപയോഗിക്കുന്ന സാധാ സാരികളൊക്കെ അല്ലേ, ഫാൻസി സാരിയും ഏതും ആയിക്കോട്ടെ, നല്ല റേറ്റ് കുറഞ്ഞ് ഭയങ്കര ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിൽ ഒന്നാണ് മധുര. ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ലധികം വർഷങ്ങളുടെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ ഈ ഒരു ടെമ്പിൾ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു മധുരൈ മീനാക്ഷി അമ്മയ്ക്ക്. മീനാക്ഷി ദേവിയുടെയും സുന്ദരേശ്വരൻ്റെയും ക്ഷേത്രമായിട്ടുള്ള ഇതൊരു തമിഴ് ശില്പകലയുടെ അത്ഭുതമാണ് കേട്ടോ. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ 1000 തൂണുകളുടെ മണ്ഡപവും പൊൻതാമരക്കുളും മനോഹരമായിട്ടുള്ള കുറേ ശില്പങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് കേട്ടോ. രാത്രി സമയങ്ങളിൽ ഈ മീനാക്ഷി അമ്മയുടെ ചുറ്റും ഒരു സ്ട്രീറ്റ് തന്നെ നടക്കുന്നത് നല്ല രസമായിട്ട് നമുക്ക് വളകൾ, മാലകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറഞ്ഞും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കണേ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. 100 രൂപ, 50 രൂപ അങ്ങനെയൊക്കെ. പക്ഷെ അധികം ബ്രഷൊന്നുമില്ല കേട്ടോ, നമ്മളെ നാട്ടിലെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഈ UP അങ്ങനെ നമ്മൾ ഡൽഹിയിലൊക്കെ പോകുന്നത് പോലെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് തന്നെയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാ അവിടെയാണ് കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രം എന്ന്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. 100 രൂപയ്ക്ക് നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉള്ള വലിയ വലിയ കമ്മലുകളും അതുപോലെ തന്നെ വളകളും ഒക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പാളപ്ലേറ്റ് ഇല്ലേ, നമ്മൾ ഊണൊക്കെ കഴിക്കണ പാളപ്ലേറ്റ് ഇല്ലേ, ആ പാളപ്ലേറ്റ് ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ച് വാങ്ങിക്കാം വീട്ടിൽ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തുള്ള വീഡിയോ എടുക്കുമ്പോഴൊക്കെ പാളപ്ലേറ്റിലൊക്കെ കഴിക്കണത് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം വാങ്ങിക്കാമെന്ന് ഓർത്തപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാത്രി ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ലേ. രാവിലെ നമ്മൾ മധുര മീനാക്ഷി അമ്മേനെ കണ്ട് തൊഴുതതിന് ശേഷം വേഗം തന്നെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി നമ്മൾ സുങ്കുടി കോട്ടൺ സാരികളും ബാക്കിയുള്ള കോട്ടൺ സാരി അന്വേഷിച്ചാണ് ഞാൻ എപ്പോഴും മധുര, സേലം ഒക്കെ യാത്രകളിലൊക്കെ പോവാറുള്ളതും. പിന്നെ അതുപോലെ തന്നെ മധുരയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചാലും മധുര ഉറങ്ങില്ല എന്നുള്ളൊരു ക്യാപ്ഷൻ ഉണ്ട് കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റും തെരുവുകളുടെ ആ ഒരു വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. കടകളിലെ തിരക്കും ആളുകളും ഭക്ഷണ സ്റ്റാളുകളായിട്ടും ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അതിന് ചുറ്റും. നല്ലൊരു ഡിവൈൻ ഒരു സ്മെല്ലാണ് ഉണ്ടാവാറുള്ളത്. രാത്രി മാർക്കറ്റിലൂടെ നടക്കുമ്പോഴൊക്കെ നാട്ടുകാരുടെ ശൈലിയൊക്കെ കൂടുതൽ നമുക്ക് അടുത്തറിയാൻ വേണ്ടി പറ്റും. കാരണം അങ്ങനെ അധികം ക്രൗഡോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നുമില്ല. നമ്മളെ നാടിനേക്കാട്ടിലും ആ ഒരു കാര്യത്തിലൊക്കെ നമ്മളെ നാട്ടിൽ കുറേ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് രാത്രിയൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ തുപ്പിയിട്ടും അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ. ഭയങ്കര കൂളായിട്ട് തമിഴ്നാടാണെന്നുള്ളൊരു കൾച്ചർ അവരുടെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ രാവിലെ എന്ത് ചെയ്തു, അമ്മേനൊക്കെ കണ്ട് തൊഴുതതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പൊങ്കൽ, മസാല ദോശ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേറൊരു രസം എനിക്ക് കേൾക്കാം, തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പുറം എത്താമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വഴി കൂടെ ആയിട്ട് ഞങ്ങൾ കിടന്നിട്ടുണ്ടാകുന്നത്. ഈശ്വര തൊഴുത് വന്നതാണല്ലോ എന്നുള്ളതായിപ്പോയി. രാവിലെ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ആടിൻ്റെ തലയും പോത്തിൻ്റെ തലയും. ഇത് അമ്പലത്തിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വരാനുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഷർട്ട് നമ്മൾ ഈ രക്തക്കറ പച്ചക്ക് ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്കിതുവരെയായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ആ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് എനിക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആ ഒരു സൈഡിലുണ്ടായിരുന്നു. നോക്കി പോകണമായിരുന്നു. എൻ്റെ ഭാഗത്താണ്ട് തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയെ യോഗല്യമ്മണിയെ പായമടക്കിക്കോളുക എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു. അതിനുശേഷം നമ്മൾ സുഗുടി കോട്ടൺ സാരികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ഒരു 3-4 ഷോപ്പുകൾ നമുക്കിപ്പോൾ നമ്മൾ അവരായിട്ട് ടൈപ്പായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സാരീസ് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. തൊട്ടാൽ പോലും പറ്റില്ല നമുക്ക്. ഒരു 30,000 അതുപോലെ തന്നെ 44,000 രൂപയ്ക്കൊക്കെ കോട്ടൺ സാരി ഞാൻ കണ്ണ് തള്ളിപ്പോയി. ലിറ്ററലി ഞാൻ ഈശ്വര ഇതെന്താ ഇങ്ങനെ
എന്ന് ഞാൻ ചോദിക്കണേ ചിലപ്പോൾ അവർ കേട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഈശ്വര ഇങ്ങനെ ഇത്ര വിലയോ? അപ്പോൾ അത് പ്യുവറായിട്ടുള്ള അവരുടെ ഹാൻഡ്ലൂം സാരീസാണ് എന്നൊക്കെ. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കോട്ടണിൽ 44 ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ ജങ്ക യമുന എന്നുള്ള ബോർഡർ വരുന്ന ഈ ഒരു കോട്ടൺ സാരിയില്ലേ, നമ്മുടെ സുങ്കുടി, മധുരൈ സുങ്കുടി കോട്ടൺ സാരി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. ഇതിനും റേറ്റ് ഉണ്ട്, 2500 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈ പിടിച്ച സാരിക്ക് 2500 രൂപയ്ക്കൊക്കെ ഉണ്ട്. ഈ ഒരു ഷോപ്പിൽ കുറച്ചും കൂടെ പ്രീമിയം ക്വാളിറ്റി അവർ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു ഷോപ്പാണ്. പക്ഷേ അധികം ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ വേറെ ഷോപ്പൊന്നും നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിത്ത് ബ്ലൗസൊക്കെയാണ്. നമ്മളിതൊരു എന്താ പറയുക, നമ്മളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ എനിക്ക് പ്രൈസ് വൈസ് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതലായിട്ടുള്ളൊരു പ്രൈസായിട്ട് തോന്നി. പക്ഷേ ഈ ഒരു സുങ്കുടി സാരീസൊക്കെ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എല്ലാമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല നല്ല നിങ്ങൾ കോട്ടൺ പ്രേമികളാണ്, ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോട്ടൺ സാരീസൊക്കെ എടുക്കണ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. മാറി 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 ഉടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മാറുമ്പോൾ ഈ 2500 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഇതൊരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് കുറച്ച് നെയ്ത്ത് ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് വില കുറച്ച് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. കാരണം നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞി പ്രോഫിറ്റിൽ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഷെയർ ചെയ്യല്ല, നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെയും നമ്മൾ പ്രോഫിറ്റ് കൂട്ടിയിടുമ്പോൾ എന്താ വാങ്ങിക്കണവർക്കൊരിത് തോന്നില്ലേ? അവർ വിചാരിക്കും ചിലപ്പോൾ ഞങ്ങൾ കൂട്ടി പൈസ വാങ്ങിക്കുകയാണ്. നല്ല കേട്ടോ, നമ്മളിവിടെയൊക്കെ പോയി. പിന്നെ അതുപോലെ നമ്മൾ സാരീസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ റിസ്കിൽ നമ്മൾ അവിടെ പോയി നമ്മൾ ഓരോന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ സാരീസ് കൊണ്ടുവരിക. അല്ലാണ്ട് ഈ ക്ലിയറൻസ് സെയിൽ, ഓഫർ സെയിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കും. എന്നിട്ട് നമ്മൾ കയ്യിലത് സാധനം എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് നോക്കും, എല്ലാം കറക്റ്റ് അല്ലേ, ക്വാളിറ്റി ഇല്ലേ, നമ്മൾ വിചാരിച്ചത് തന്നെ അല്ലേ, നമ്മളോട് പറഞ്ഞ തന്നെ അല്ലേ, നമ്മളോട് പറഞ്ഞ കളറൊക്കെ അല്ലേ കിട്ടിയതെന്നൊക്കെ അതൊക്കെ നമ്മൾ നോക്കാറുണ്ട് കേട്ടോ. എനിക്ക് ബ്ലൂ സാരിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നേവി ബ്ലൂ, താഴെ ഇങ്ങനെ ബോർഡർ വന്നിട്ട് മയിലിൻ്റെ. അതുപോലെ തന്നെ വെയിൽത്താരി, നമ്മളുടെ ആലീസ് ക്രിസ്റ്റി കൊടുത്ത് വൈറലാക്കിയ വെയിൽത്താരി ഇന്ന് എവിടെയും കേൾക്കാറുണ്ട് അല്ലേ. ഇതവിടെ തമിഴ്നാട്ടിലും വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കോട്ടൺ, എനിക്ക് തോന്നുന്നു ഇത് സുങ്കിടിയല്ല, നമ്മൾ നോർമൽ കോട്ടൺ ചുരിദാറില്ലേ, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാറാണ്. അന്തം വിട്ട് നോക്കി ഈശ്വര എത്രയൊക്കെ വില ഉണ്ടോ ഇതിനെന്ന്. ഈ കോട്ടൺ ചുരിദാറിന് വില കുറവാണ് കേട്ടോ. ഒരു 600 രൂപയ്ക്കൊക്കെ നമുക്ക് ഷോളും പാൻറ്റും ടോപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ കിട്ടും. 600-700 രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ നല്ല പ്രീമിയം കോട്ടൺ ചുരിദാറുകളൊക്കെ കിട്ടും കേട്ടോ. ഇവർ തന്നെ പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ സുങ്കിടി കോട്ടൺ, അതുപോലെ തന്നെ പിന്നെ ബാറ്റിക് പ്രിൻറ്റ്, പിന്നെ വേറെ എന്തൊക്കെയുണ്ടല്ലോ, ഇക്കത്തുണ്ട്, അങ്ങനത്തെ കുറേ പ്രിൻറ്റുകളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വേറെ ഷോപ്പിലൊക്കെ പോയിട്ട് അവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ സേലം വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ കണ്ട കുറേ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോണത്. സൈഡിൽ കുറേ ആടും കുട്ടികളും കാറ്റാടി പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാറ്റാടി പാടത്തിലുള്ള ഈ ഒരു ലീഫൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു 2 കിലോമീറ്ററോളം നീളമുണ്ട് കേട്ടോ. ആ കാറ്റാടിപ്പാടത്തിൻ്റെ ഒരു ലീഫിന് അതിങ്ങനെ അവരിങ്ങനെ ക്രെയിനിൽ ഇങ്ങനെ കൊണ്ടുപോകണം, കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വാങ്ങിയ സമയത്ത് എനിക്ക് വലുതായിട്ട് പിന്നെ എനിക്ക് ചോറ് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തമിഴ്നാട്ടിൽ പോയാൽ ഞാൻ ഉച്ചയ്ക്ക് ചോറാട്ട കഴിക്കുക. ഞാൻ അവിടുത്തെ ബിരിയാണി കഴിക്കാറില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടുത്തെ ആ ഒരു അരി, അതുപോലെ തന്നെ ചിക്കൻ നൂഡിൽസ് ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടുത്തെ ആ ഒരു അരി, അവിടുത്തെ രസം, അവിടുത്തെ സാമ്പാർ നമ്മളെ പോലത്തെ സാമ്പാറല്ലല്ലോ, വേറൊരു രസമല്ലേ, ഇവിടുത്തെ ജീരകമൊക്കെ ഇട്ടിട്ടുള്ളൊരു സാമ്പാറല്ലേ. പിന്നെ അതുപോലെ ഒരു സ്ട്രോബെറിയുടെ ലസ്സിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ മീട്ടാപ്പാക്കില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് ഞങ്ങൾ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അച്ഛൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കെന്ന് പറഞ്ഞിട്ടോ. വെറ്റില ഇടയ്ക്ക് മുറുക്കില്ലേ, അതന്നെയാണ്, വേറൊന്നുമല്ല. പക്ഷേ അതിനുള്ളിൽ സ്ട്രോബെറിയും പിന്നെ കുറച്ച് നമ്മളെ മൗത്ത് ഫ്രഷ്നറൊക്കെ വയ്ക്കും. ഞങ്ങൾ വെറുതെ വാങ്ങിച്ചതായിരുന്നു. എന്നിട്ട് അതെന്ത് ചെയ്തു, ആ ഒരു കാറിൻ്റെ സൈഡിലായിട്ട് വെച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വേറൊരു ഷോപ്പും കൂടിയാണ്. ഈ ഷോപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എപ്പോഴും എത്രയെങ്കിലും സാരി എടുക്കാതെ വരാറില്ല കേട്ടോ.
ഇവിടെ നമുക്ക് വലുതായിട്ട് റേറ്റ് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതിന് വലിയ പ്രോഫിറ്റ് ഇട്ടിട്ടല്ല നമ്മളുടെ സാരീസ് നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും വേറെ എവിടെ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാലും ഈവൻ ഷോപ്പിൽ അന്വേഷിച്ച് കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ബൊട്ടിക്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പവർ ഹാൻഡ്ലൂം സാരീസിന് 1300 രൂപയോ 1400 രൂപയൊക്കെയാണ്. അപ്പോൾ നമ്മളത് നിങ്ങൾക്ക് തരുന്ന സമയത്ത് അതും ഫ്രീ ഷിപ്പിങ്ങിലും വിത്ത് ബ്ലൗസിലൊക്കെയാണ് നമ്മൾ തരാറുള്ളത്. നമ്മളത് നിങ്ങൾക്ക് തരുമ്പോൾ ഒരു 100 രൂപയോ അങ്ങനെ എങ്ങാണ്ട് നമ്മൾ കൂട്ടി തന്നെ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പോലെയാണ്. കാരണം ഇത്ര റേറ്റിൻ്റെ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർക്കും അതുപോലെ തന്നെ എന്നാൽ കുറച്ചൊരു പ്രീമിയം കസ്റ്റമേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സാരി. എനിക്ക് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും നമ്മളുടെ പേജിൽ. നമ്മൾ ഈ ഒരു സാരി നന്നായിട്ട് സെയിലായി പോയിട്ടുണ്ടായിരുന്നു, ഈ ഒരു വേൽത്താരി. പിന്നെ അതുപോലെ തന്നെ ഒരു ലാവൻഡർ ബോർഡർ വരുന്ന ഒരു നേവി ബ്ലൂം ലാവൻഡർ ബോർഡർ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു സാരിയും കുറേ പേര് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പിന്നെയും സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക സാരി പർച്ചേസിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വന്ന് നോക്കി പർച്ചേസ് ചെയ്യാണ്. പിന്നെ ഇത് ഞങ്ങൾ പാട്ടിമുത്തശ്ശി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഒരു റിലേറ്റീവ് അല്ലാത്തൊരു റിലേറ്റീവ് ചിറ്റയുടെ. അപ്പോൾ അവിടെ ജസ്റ്റ് ആ മുത്തശ്ശീനെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഓർത്തിട്ട് പോയ സമയത്ത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അവിടെ കുറേ വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. പവിത്രക്കട്ടം പ്ലെയിൻ ബോർഡറിൽ ബോഡി മൊത്തം പ്ലെയിനും ബോർഡർ പവിത്രക്കട്ടം വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഒരു ക്രെയിൻ്റെ കാര്യം പറഞ്ഞില്ല, അല്ല കാറ്റാടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ ലീഫ് ഇത്രയ്ക്ക് നീളമുണ്ടെന്ന്. അതിൻ്റെ ലീഫാണ് കേട്ടോ ഇവർ ഈ 2-3 വണ്ടികളിലൊക്കെ കൊണ്ടുപോകുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് ആലോചിച്ചു, ഈശ്വര അതിന് ഇത്രയൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്ത് പോകണമല്ലോ എന്നുള്ളത്. ഇനി ഞങ്ങൾ നേരെ വിടുന്നത് ഇങ്ങോട്ടാണ്, സേലത്തേക്കാണ് കേട്ടോ. സേലത്ത് നമ്മൾ എപ്പോഴും ഇപ്പോൾ എടുക്കുന്നത് അവരുടെ അടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് സാരീസ് അവർ എത്തിച്ചു തരാറുണ്ട്. അത് ഒരു ഷോപ്പോ 2 ഷോപ്പ് തന്നെ ഇല്ല, ഒരു ഷോപ്പാണ് നമുക്ക് കറക്റ്റ് നമുക്ക് റെസ്പോണ്ട് ചെയ്ത്. ചിലപ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ, ഇതെന്താ അത് വിളിച്ചിട്ട് എടുക്കാത്തത്, അങ്ങനത്തെ ഒരു സംഭവം തോന്നും. എൻ്റെ മസാല ദോശ എനിക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് ഞാൻ ചിറ്റയുടെ പൂരി ഞാൻ അതിന് എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. ചിറ്റ എന്നിട്ട് പറയാം കൊള്ളാം കുഴപ്പമില്ലെന്ന്. എനിക്ക് സാമ്പാർ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഭയങ്കര ഒരു കുഴമ്പ് രൂപത്തിലായൊരു സാമ്പാർ പോലെ തോന്നിയിട്ടോ. അങ്ങനെ ഞങ്ങൾ സേലത്തെത്തിയിട്ട് നമ്മൾ സ്ഥിരം പോവാറില്ല സ്ഥിരം, പക്ഷെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് 1-2 പ്രാവശ്യം നമ്മൾ എത്തിയിട്ടുള്ളൂ ഇവിടെ. കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഇതിൻ്റെ മുന്നേ പോയതാണ്, പിന്നെ ഇപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈം ഈ പോണത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഷോപ്പ് അങ്ങോട്ട് വലുതായിട്ട് ഓർമ്മ കിട്ടിയില്ല, പക്ഷെ എന്നാലും ഇവിടുന്ന് ആണല്ലോ എന്നുള്ളൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തിയതിന് ശേഷം ഇത് നമ്മൾ ഈ സ്വപ്നക്കൂട് സിനിമയിലില്ലേ, സ്വപ്നക്കൂടിലെ ചക്രം സിനിമയിലാണ്, എനിക്ക് സിനിമ കറക്റ്റ് ഓർമ്മ കിട്ടില്ല. ഇങ്ങനെ ഉൾനാട്ടിൽ കുറേ വഴീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം നമ്മളൊരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടുത്തെ അക്ക ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ പിന്നെ നമുക്ക് ഒരു 300 രൂപ ബഡ്ജറ്റിലൊക്കെ നമുക്ക് സാരീസൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി സാരീസും ക്വാളിറ്റിയിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. നമ്മൾ ആരണിപ്പട്ടൊക്കെ കൂടുതൽ സെയിലായത് ഇവിടുന്ന് തന്നെയാണ്. പിന്നെ നമുക്കൊരു ബൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു, ഒരു പൂജയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ചിറ്റയുടെ അവിടുന്ന്. അപ്പോൾ അങ്ങനെ സാരി നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വേൽത്താരി അല്ല ഈശ്വര, അപ്പോൾ എല്ലാ സാരീസിനെയും പേരിപ്പോൾ അറിയുന്നതുകൊണ്ട് ഒക്കെ അങ്ങോട്ടും മാറിപ്പോവാണ്. വൈരൂസി പട്ട്, അതന്നെ സിൽക്ക് സാരിയിൽ ഇവിടെ ഭയങ്കരമായിട്ട് സിൽക്ക് സാരികളാണ് കേട്ടോ സേലത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പല കളർ കോമ്പിനേഷനിൽ, നമ്മുടെ നാട്ടിലൊക്കെ കളർ കോമ്പിനേഷനിലൊക്കെ പോകുന്ന കളേഴ്സല്ലേ, ഭയങ്കര ഡാർക്ക് റെഡൊന്നും ചിലപ്പോൾ പോവില്ലല്ലോ. ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇത് നെക്ലേസ് സാരിയാണെന്ന് പറഞ്ഞിട്ടാണ്, ഈ ഒരു ലൈറ്റ് ബോർഡറാണ് ഈ ഒരു കളറ് വന്നിട്ട്, അതുപോലെ തന്നെ ബോഡിയും മൊത്തം ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു റെഡാണ് കേട്ടോ വന്നിട്ട്. സാരികളുടെ ഒരു ലോകം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സേലം എന്ന് പറയണത്. ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ അജയ്മാൻ്റെ അവിടെ പോയ സമയത്ത് അവിടുന്ന് ഞങ്ങൾ ബസ്സിനൊക്കെ ഇങ്ങനെ പോയി വന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നി ഇത് കൊള്ളാലോ, നല്ല നല്ല ഷോപ്പുകളൊക്കെ അജയ്മ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവിടെ അവർക്ക് പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിനി പോകുന്ന സമയത്ത് നമുക്കിനി ഇങ്ങനെ ചോദിച്ചാൽ മതിയല്ലോ എന്നൊക്കെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കോൺടാക്ട് നമ്പർ വാങ്ങിയിട്ട് നമുക്ക് ബൾക്ക് ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളിങ്ങനെ എത്തിച്ചേരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ മാക്സിമം നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ പുതിയ കളക്ഷൻസ് പോയിട്ട് എടുക്കാൻ നേരത്ത് ഞങ്ങൾ ഇതേപോലെ അങ്ങോട്ട് പോവുക ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ പോണ സമയത്ത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ നല്ല ക്വാളിറ്റിയിൽ, അന്ന് ഞാൻ ഫസ്റ്റിലൊരു 13,000-ൻ്റെയും 30,000-ൻ്റെയൊക്കെ കാണിച്ചു തന്നില്ലേ, അത്രയൊന്നും ഇല്ല കേട്ടോ ഇവിടെ.
എനിക്ക് നന്നായിട്ട് ഇഷ്ടം. ഇവർക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്. നമ്മളെ കുത്താമ്പുള്ളിയൊക്കെ പോലെ തന്നെയാണ് സ്വന്തമായിട്ട് ഫാക്ടറി. ശരിക്കും പറഞ്ഞാൽ ഈ കുത്താമ്പുള്ളിയിലൊക്കെയുള്ള സാരീസ് സെറ്റ് മുണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ അല്ലാത്തതൊക്കെ ചിലതൊക്കെ അവർ തിരുപ്പൂരിൽ നിന്ന് കൊണ്ടുവരുന്നതുണ്ട് ഇങ്ങനത്തെ സാരീസൊക്കെ. കാരണം ഇതൊന്നും ഇപ്പോൾ അവിടെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അങ്ങനത്തെ ആൾക്കാർ തന്നെ നമ്മളെ നാട്ടിലിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല.